അധികാരം കിട്ടിയാൽ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നാടിന് ധാരണയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈയിൽ സ്ഥാനമാനങ്ങൾക്കായി ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും അധികം വാർത്തകൾ വരുന്നത് കൊച്ചി കോർപ്പറേഷനെ ചുറ്റിപ്പറ്റിയാണ്. മേയർ സ്ഥാനത്തേക്ക് ചരടുവലികൾ തകൃതിയായി നടക്കുന്നു. പ്രധാന നേതാക്കളുടെ നോമിനികൾ, പുതിയ കോക്കസുകൾ, സമുദായ സമ്മർദ്ദം എന്നുവേണ്ട UDF രാഷ്ട്രീയത്തിൽ പതിവായവയെല്ലാം കൊച്ചിയിൽ ഉഷാറാണ്. മേയർ സ്ഥാനത്തേക്ക് ലത്തീൻ സഭാംഗത്തിനായി സഭ പരസ്യമായി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ മേയറെ പ്രഖ്യാപിക്കാനായ കോൺഗ്രസിന് കൊച്ചിയിൽ ആ വേഗതയിൽ തീരുമാനമെടുക്കാനാവാത്തത് തർക്കം മൂലമാണ്. തിരുവനന്തപുരത്ത് ആരെ മേയറാക്കണമെന്ന് തീരുമാനിക്കാൻ BJPക്ക് ഇനിയും സമയം വേണ്ടി വന്നേക്കും. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നു. BJP വോട്ടുകൾ കിട്ടാത്തതിൽ മുന്നണിയിൽ BDJS അസ്വസ്ഥരാണ്. കോൺഗ്രസിൻ്റെ ക്ഷണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തുടക്കത്തിലേ തള്ളിയെങ്കിലും കോൺഗ്രസ് നീക്കത്തിൽ അസ്വസ്ഥനാണ് PJ ജോസഫ്. ജനവിധിയുടെ പൊരുൾ കണ്ടറിഞ്ഞു പ്രവർത്തിക്കാൻ പാർട്ടികളും മുന്നണികളും ശ്രമിക്കുന്നുണ്ടോ? ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, തൗഫീഖ് രാജൻ കോൺഗ്രസ്, M ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ. ഇപ്പോൾ ശ്രീ അരുൺകുമാർ ഈ ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീ ജയചന്ദ്രൻ, തൗഫീഖ് ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ അരുൺകുമാർ, താങ്കൾ കൊച്ചിയിൽ ജീവിക്കുന്നയാളാണ്, അവിടെ അഭിഭാഷകനും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടത്തുന്നയാളാണ്. അപ്പോൾ ഈ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ മേയർ ആര് എന്ന ചോദ്യം വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. തീരുമാനം ഉണ്ടായിട്ടില്ല. പല ആലോചനകൾ, അണിയറ നീക്കങ്ങൾ സജീവമാണ് എന്നുള്ളതാണ്. കൊച്ചി കോർപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ മികച്ച ഭരണം, ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിച്ച മികവുറ്റ ഒരു ഭരണം 5 വർഷം കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ആര് മേയറാകുമെന്ന് വരുമ്പോൾ അതിനൊരുപാട് ക്രൈറ്റീരിയ, പലതരം സമ്മർദ്ദങ്ങൾ, മുമ്പ് ഞാൻ സൂചിപ്പിച്ച പ്രവണതകൾ UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ സജീവമാണോ? തീർച്ചയായും. ഇപ്പോൾ കൊച്ചിയിലെ ഏറ്റവും മികച്ച ഒരു 5 വർഷത്തെ ഭരണമാണ് ജനങ്ങൾ കണ്ടത്. സാധാരണ മഴക്കാലത്തെല്ലാം ഹൈക്കോടതിയുടെ ഒരു ഇടപെടലും അതുപോലെ തന്നെ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം പല നിർദ്ദേശങ്ങൾ കോടതി ഉത്തരവ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ നിരന്തരം കാണാറുണ്ട്. ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇറ്റ് ഈസ് എ കമൻഡബിൾ ജോബ് എന്നതാണ്. കാരണം കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി അവസാനത്തെ 1-2 വർഷം വെള്ളക്കെട്ട് പോലും ഇല്ലാത്ത, വലിയ മഴ വന്നിട്ടും വെള്ളക്കെട്ടില്ലാത്ത കൊച്ചി ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ 10 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന സമൃദ്ധി ഊണും ഷെയ് ലോഡ്ജും അതുപോലെ തന്നെ ചേരിയിൽ കിടന്ന മുഴുവൻ ആളുകൾക്കും ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുത്തതുമെല്ലാം സജീവമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയായതാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ മാസങ്ങൾ ചർച്ച നടത്തിയ ഇവിടുത്തെ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം എത്ര മനോഹരമായിട്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ച് പുൽത്തകിടി നിർമ്മിച്ച് ക്രിക്കറ്റ് സ്റ്റേഡിയമാക്കി മാറ്റിയതെല്ലാം നമ്മൾ കാണുകയുണ്ടായി. എന്നത് സൂചിപ്പിച്ചത് വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ് നമ്മൾ തുടങ്ങിയത് കൊണ്ട് ആണ്. പക്ഷെ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഒരു രാഷ്ട്രീയ വോട്ടാക്കി മാറ്റാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. UDFനാണ് ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ UDF അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ ആരാണ് മേയർ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് വലിയ ചക്കളത്തി പോരാട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. UDFന് തന്നെ തീരുമാനമെടുക്കാം. പക്ഷേ ഇന്ന സഭയുടെ ആൾ വേണം, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ആൾ വേണം, അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിൻ്റെ ആൾ വേണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം സജീവമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടം നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഏതായാലും കൊച്ചി ഈ വികസന തുടർച്ച കൊണ്ടുവരാനും അതുപോലെ തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം അത്രയധികം സമാനതകളില്ലാത്തൊരു മുന്നേറ്റമാണ് നടന്നത്. അത് മറ്റ് കോർപ്പറേഷനിൽ ഉള്ളതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ തുടർച്ചയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. പക്ഷേ ഇപ്പോൾ തന്നെ ചെയർമാൻ്റെ കാര്യത്തിലടക്കം മേയറുടെ കാര്യത്തിലെല്ലാം ഇത്തരത്തിലൊരു തർക്കത്തിലേക്കൊക്കെ ഉടലെടുത്താൽ ആദ്യഘട്ടത്തിൽ തന്നെ കിട്ടിയ ഈ മുന്നോക്കം അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ ഒരു മുൻതൂക്കം അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊച്ചിയിലെ കോൺഗ്രസ് മാറുന്നു, UDF മാറുന്നു എന്നത് തന്നെയാണ് ജനങ്ങൾ ഈ വിഷയത്തിൽ വിലയിരുത്തുന്നത്. റൈറ്റ്, ഞാൻ അരുണിലേക്ക് വരാം. ഇവിടെ ശ്രീ ജയചന്ദ്രൻ കൂടി, ശ്രീ M ജയചന്ദ്രനാണ് ചർച്ചയിൽ ഉണ്ടാവേണ്ടത്. ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ഈ ചർച്ചയിലേക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ജയചന്ദ്രൻ, റൈറ്റ്, ഞാൻ അരുണിലേക്ക് തന്നെ ശ്രീ ജയചന്ദ്രനും ഈ ചർച്ചയിലേക്ക്
തയ്യാറായി വരുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അരുൺ, ഈ UDF രാഷ്ട്രീയത്തിൽ വിശേഷിച്ച് കോൺഗ്രസിൽ ഇതൊക്കെ ഒരു പതിവുള്ള കാര്യമാണ്. പലതരം താല്പര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു വടംവലി ഉണ്ടാകും. ആ വടംവലിക്ക് ഒടുവിലായിരിക്കും ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നവർ തന്നെ വന്നേക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പല ആളുകളും അതിലേക്ക് വന്നേക്കാം. നേതാക്കളുടെ നോമിനേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനം. അതിനിടയിലാണ് ഇപ്പോൾ ലത്തീൻ സഭയുടെ വളരെ പരസ്യമായൊരു ഒരു ഇടപെടലുമൊക്കെ വന്നിട്ടുണ്ട്. UDF രാഷ്ട്രീയത്തിൽ ഇത് നമ്മൾ താഴെത്തൊട്ട് മുകളിൽ വരെയും കാണുന്നതാണല്ലോ. അതെ അതെ അതെ. ഏതായാലും വലിയ നുണപ്രചരണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലും എല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിലെല്ലാം വലിയ മുന്നേറ്റം UDF നടത്തിയിരിക്കുന്നു എന്നുള്ള പ്രചരണം, ആ പ്രചരണം 2 ദിവസം അങ്ങനെ കൊഴുപ്പിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിലാണ് ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ളൊരു പോരാട്ടം, അത് മേയർ സ്ഥാനത്തിന് വേണ്ടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി, മറ്റോരോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നടക്കുന്നതും അത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നൊരു സാഹചര്യം നമ്മൾ കാണുകയാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്തിലെ 7:7 എന്ന രീതി തന്നെയാണ്. അതിലെ വോട്ടിംഗ് ശതമാനം എല്ലാം ഇന്ന് ചില മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആ വോട്ടിംഗ് ശതമാനം എടുത്തൊക്കെ പരിശോധിക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല എന്ന രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 110 നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായി ലീഡ് ചെയ്തിരുന്നു കോൺഗ്രസ് എന്നുള്ള വാർത്ത പുറത്തു വരികയും 110 എണ്ണത്തിൽ UDF, 19 എണ്ണത്തിൽ LDF, 11 എണ്ണത്തിൽ BJP എന്ന രൂപത്തിൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു വോട്ടിംഗ് ശതമാനമെല്ലാം നമ്മൾ ചർച്ച നടത്തിയത്. ഇപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവരുന്ന വിവരം അനുസരിച്ച് ആ 110-ൽ നിന്ന് 80-ലേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ വോട്ടിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ UDF മാറിയിട്ടുണ്ട്. 30 സീറ്റ് കുറഞ്ഞിട്ടുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം അന്ന് 19-ൽ നിന്ന് 58-ലേക്ക് ഉയർന്നു എന്നതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് ശതമാനം വെച്ച് തന്നെയുള്ള കണക്ക്. പഞ്ചായത്ത് വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ്. പക്ഷേ ലോകസഭാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ വോട്ട് വെച്ച് നോക്കുമ്പോൾ അത് ഏകദേശം 68-72 എന്ന രൂപത്തിൽ തുല്യത്തിന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങളും കണക്കുകളും പുറത്തു വരുന്നത് നമ്മൾ കാണുന്നു. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തോടെ ഏതാണ്ട് 6 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞു എന്ന രൂപത്തിൽ വെല്ലുവിളികളും അതുപോലെ തന്നെ LDFനെ ആക്ഷേപിക്കലും CPMനെ ആക്രമിക്കുന്നതുമെല്ലാം തുടരുകയാണ്. ആ തുടരുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മേയർ സ്ഥാനത്തിനും മറ്റും ഉള്ള പിടിവലികൾ കാണുന്നത്. തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ശരിയാണ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ നിയമസഭാ മണ്ഡലങ്ങൾ ഇനം തിരിച്ച് വേർതിരിച്ച് നോക്കിയാൽ ഏതാണ്ട് 110ഓളം മണ്ഡലങ്ങളിൽ, ഇന്ന് പറയുന്ന അതേ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് അന്ന് 110 മണ്ഡലങ്ങളിൽ UDFന് മുൻതൂക്കമുണ്ട്, ലീഡുണ്ട് എന്നായിരുന്നു. ഇപ്പോൾ അത് വലിയ തോതിൽ കുറഞ്ഞത് 80-ലേക്ക് വന്നിട്ടുണ്ട്. അതിൽ പോലും തർക്കമുണ്ട്. കാരണം ആ ലിസ്റ്റിൽ തന്നെ പലതും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉള്ള പലതും വിട്ടുപോയിട്ടുണ്ട് എന്ന കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും ചൂണ്ടിക്കാട്ടലും അതിനുശേഷം സംഭവിച്ചിട്ടുണ്ട്. ഈ തളിപ്പറമ്പടക്കം പലതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നീട്. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ പല നിരീക്ഷണങ്ങൾ വരുമ്പോൾ ഇപ്പോൾ 95 മുതൽ ഉദാഹരണത്തിനെടുത്താൽ 95-ലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ്, 96-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതുമുതൽ ഇന്നേ വരെ അല്ലെങ്കിൽ 2020-21 വരെ എടുത്താൽ എന്താണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ജനവിധി, അത് തൊട്ടുപുറകെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്, ഒരു സൂചനയാണ്, ഒരു വ്യക്തമായ ഒരു ചിത്രം, മുന്നറിയിപ്പ് പോലെ തരുന്നതാണ് എന്ന് പറയാറുണ്ട്. അത്തരം നിരീക്ഷണങ്ങൾ വളരെ സജീവമായി ഇപ്പോഴുണ്ട്. അത് അങ്ങനെ തെറ്റിയിട്ടുമില്ല. 95, 96 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ. അരുൺ? അതെ, കൃത്യമായിട്ട് പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും. സാധാരണ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഭരിക്കുന്ന മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. ഭരിക്കുന്ന മുന്നണിക്കെതിരെ വോട്ട് ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഉണ്ടായിരുന്നത്. അതിന് വ്യത്യസ്തമായി വന്നത് 2020 ഡിസംബർ മാസത്തിലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഭരിക്കുന്ന മുന്നണിക്ക് തന്നെ അനുകൂലമായി 5 തലത്തിലേക്കും വിജയിച്ച് മുന്നേറുന്ന സാഹചര്യം LDFനുണ്ടായത്. 2010-ലെ കണക്കുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച പരിശോധിച്ചതാണ്. കാരണം കേരളം ആകാംക്ഷയോടെ തന്നെ ആ കണക്ക് പരിശോധിച്ചതാണ്. കാരണം ഇതിലും വലിയ തിരിച്ചടി അവിടെ LDF കേരളം ഭരിക്കുമ്പോൾ, പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അവസാന ഘട്ടത്തിലാണ് 2010 സമയത്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് ജില്ലാ പഞ്ചായത്തിലാകെ 6 ജില്ലയിലാണ് മുന്നേറാൻ കഴിഞ്ഞത്. 8 ജില്ലയിലും UDF ആയിരുന്നു. ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്തിലെല്ലാം ഇതിലും വലിയ വിജയമാണ് UDFനുണ്ടായത്. പ്രത്യേകിച്ച് 560ഓളം ഗ്രാമപഞ്ചായത്തുകൾ, അന്ന് ഇത്രയും 941-ൽ 560-ലധികം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ വലിയ 2010-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിഫ്ലക്ഷനാണ് 2011-ൽ കണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു.
2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതിൻ്റെ റിഫ്ലക്ഷനാണ് 2021 വന്നത്. തുടർ ഭരണമുണ്ടായി. അപ്പോൾ ആ ഒരു ചുണ്ടുപലകയാണ്, മുന്നറിയിപ്പാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ 95 മുതലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് എന്ന് പറയുന്നൊരു നിരീക്ഷണമുണ്ടെന്നാണ് ഞാൻ അരുണിനോട് പറഞ്ഞത്. അത് LDF സംബന്ധിച്ച് അല്പം ദോഷകരമായ കാര്യമല്ലേ? ഇല്ല, അവിടെ 2010 ഇതേപോലെ ഇപ്പോഴുള്ള സാഹചര്യത്തെക്കാൾ കൂടുതൽ പഞ്ചായത്ത് നഷ്ടപ്പെട്ട്, മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ട്, ജില്ലാ പഞ്ചായത്തിലും പുറകിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. 4 മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 സീറ്റ് നേടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. വലിയ പുറകിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നാണ് കുതിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ 2021 സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, LDF ഗവൺമെന്റ് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. കോവിഡിന്റെ സാഹചര്യം, ആ സാഹചര്യത്തിലെല്ലാം വളരെ ചരിത്രം തന്നെ തിരുത്തി എഴുതിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മളിപ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ 110 സീറ്റിൽ മുന്നിട്ട് നിന്ന മുന്നണി അത് 80ലേക്ക് ചുരുങ്ങുകയും 19 സീറ്റിൽ മാത്രം മുന്നിട്ട് നിന്ന മുന്നണി അത് 58, 60, 62ലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നു. അതുപോലെ ഒരു 10-35ഓളം മണ്ഡലങ്ങളിൽ വെറും 3000-3500 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഈ കണക്കിൽ കാണുന്നത്. അതെല്ലാം ഒരു 5-6 മാസം കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വലിയ മാറ്റം വരുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിച്ച് കൂടുതൽ ജനങ്ങളുമായിട്ട് ഇടപെട്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി പൂർത്തീകരിച്ചപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ, അവ കൂടി പരിശോധിക്കുക. സംഘടനാപരമായിട്ടുള്ള പിഴവുകൾ എവിടെയെങ്കിലും ഉണ്ടോ, അവ കണ്ടെത്തി പരിഹരിക്കുക. അത്തരത്തിൽ നല്ലൊരു സമയമുണ്ട്. 5 മാസം സമയം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പറ്റിയ സമയമാണ്. അത് പരിഹരിച്ചുകൊണ്ട് തന്നെ വർദ്ധിത വീര്യത്തോടെ വിജയിച്ച് മുന്നേറാൻ പറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് LDF ഉദ്ദേശിച്ചത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ M ജയചന്ദ്രൻ കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കോൺഗ്രസ് പ്രതിനിധിയായി തൗഫീഖ് രാജൻ, യൂത്ത് കോൺഗ്രസ് നേതാവ്, പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിവരം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരികയാണ്. ശ്രീ ജയചന്ദ്രൻ, നമ്മളിപ്പോൾ ഈ ചർച്ച തുടങ്ങി വെച്ചത് ഇപ്പോൾ വാർത്തകളിൽ ഏറ്റവും അധികം വരുന്നത് കൊച്ചി മേയർ ആരാകും എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പല പേരുകൾ, ദീപ്തി മേരി വർഗീസിൻ്റെ പേരുണ്ട്, VK മിനിമോളുടെ പേരുണ്ട്, ഷൈനി മാത്യുവിൻ്റെ പേരുണ്ട്. അപ്പോൾ ആ വാർത്തകളിലൊക്കെ വരുന്നത് കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഓരോ നേതാക്കൾ ഇതിലാര് വരണം എന്നതിനെ സംബന്ധിച്ച് ചോയ്സ് ഉണ്ട്, അവരുടെ നോമിനി എന്ന് പറയുന്ന തരത്തിലേക്കുണ്ട്. വ്യത്യസ്ത ഇപ്പോൾ KCക്ക് താല്പര്യമുള്ള ഒരു ലീഡറല്ല മറ്റൊരു, ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ചെന്ന് വാർത്തകളിൽ കാണാനുണ്ട്. അതുപോലെ ഹൈബി ഈഡൻ്റെ നിലപാട് പ്രധാനമാകും. അതുപോലെ തന്നെ ഇപ്പോൾ ലത്തീൻ സഭ വളരെ പരസ്യമായി തന്നെ ഇന്ന് മാധ്യമങ്ങളോട് അതേക്കുറിച്ച് പറയുകയും ചെയ്തു. മാത്രമല്ല ഇപ്പോൾ 2015 അവർ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ 2015 UDF കൊച്ചി കോർപ്പറേഷൻ ഭരിച്ച സമയത്തും ആ നിലയിൽ ഉറപ്പ് പാലിച്ചില്ല. അവർക്ക് മേയർ സ്ഥാനം കിട്ടിയില്ല, ഡെപ്യൂട്ടി മേയർ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഇനി പറ്റില്ല, വേണം എന്നൊരു ഡിമാൻഡ് അവർ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഈ തരം UDF രാഷ്ട്രീയത്തിൽ വിശേഷിച്ച് കോൺഗ്രസിൽ കാണുന്ന, അധികാരത്തിൽ വരുമ്പോൾ കാണുന്ന എല്ലാ പ്രവണതകളും രീതികളും കൊച്ചിയിൽ ഉഷാറാണല്ലോ. താങ്കൾ ശ്രദ്ധിച്ചോ? ഈ അധികാരം ദുഷിപ്പിക്കും എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കാര്യത്തിലാണ് അന്വർത്ഥമാകുന്നതെന്ന് തോന്നിപ്പോയി ഈ കളിയൊക്കെ കാണുമ്പോഴേക്ക്. ലത്തീൻ സഭ വളരെ പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഷൈനിക്ക് അത് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവർക്കതിനുള്ള അർഹതയുണ്ട് എന്നവർ പറയുന്നു. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥലത്തെ മറ്റേ 2 പേർക്കും, ദീപ്തിക്കും മിനിമോൾക്കും അവരവരുടേതായിട്ടുള്ള ക്ലെയിംസ് ഉണ്ട്. വെക്കുന്നത് ദീപ്തിയാണ്, നമുക്കറിയാവുന്ന പോലെ. അതെ, അതുകൊണ്ട് തന്നെ ആ പൊളിറ്റിക്കൽ ക്ലെയിം കൂടെ വെക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ അവർക്ക് കൊടുക്കണമെന്ന് പിന്നെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നേതാക്കളുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും വരുന്നത് ഈ പറയുന്ന സഭയുടെ പിന്തുണ. എറണാകുളം മണ്ഡലങ്ങളിൽ പലപ്പോഴും നിർണായകമാകുന്ന സ്വാധീനമാണല്ലോ ലത്തീൻ സഭയുടെ തീരുമാനങ്ങൾ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം UDF ഉണ്ട് എന്നുള്ളതുകൊണ്ട്, പ്രത്യേകിച്ചും കോൺഗ്രസ് അങ്ങനെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് അത്ര എളുപ്പം അവഗണിക്കാൻ കഴിയില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥകളുടെ ഭാഗമായിട്ട് അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ളൊരു പ്രശ്നം സൗമിനി ജെയിൻ പിന്നെ മേയറായ സമയത്ത് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ പിന്നീട് അത് പരിഹരിക്കാനും കഴിഞ്ഞില്ല. അതിൻ്റെയൊക്കെ അതൃപ്തികൾ ആവോളം നിലനിൽക്കുന്ന സാഹചര്യം അവിടെ ഉണ്ട്. അത് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയാവുന്ന നമുക്ക് നിർദ്ദേശിക്കാനില്ല ഒന്നും. അതവർ പരിഹരിച്ച് തീരുമാനമെടുക്കട്ടെ എന്നുള്ളതല്ലാതെ
അതിൻ്റെ അകത്ത് മറ്റ് നമ്മളുടെ അഭിപ്രായങ്ങൾ അല്ല ശ്രീ ജയചന്ദ്രൻ, ഇതെപ്പോഴും ശ്രീ ജയചന്ദ്രൻ, അതിപ്പോൾ നിയമസഭയിലേക്കായാലും അതുപോലെ തദ്ദേശ ഭരണത്തിലേക്ക് പോയാലും ഒക്കെ ഇത്തരം ചരടുവലികൾ തുടർന്നങ്ങോട്ട് ആ ഭരണത്തിൽ സൃഷ്ടിക്കുന്ന അസ്വാരസ്യങ്ങളുണ്ട്. ഭരണത്തെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യം വരും. വികസന മുന്നേറ്റത്തെ അത് തടസ്സപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിരവധിയായി നമ്മുടെ ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അറിയാം. ഇപ്പോൾ നിയമസഭയിലേക്ക് വന്നാൽ തന്നെ മുസ്ലിം ലീഗ് ഉറച്ചു നിന്നുകൊണ്ട് 5ാം മന്ത്രിയെ വാങ്ങിച്ചെടുത്ത അനുഭവങ്ങളുണ്ട്. മുന്നണിക്കകത്തുണ്ടാക്കിയ അസ്വാരസ്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇപ്പോഴും അത് വീണ്ടും വലിയ തോതിൽ ചർച്ചയാവുന്ന ഒരു കാലമാണ്. അപ്പോൾ UDF രാഷ്ട്രീയത്തിൽ ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു പരിഹരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രതിഫലനം തുടർന്ന് എല്ലാ കാലങ്ങളിലും മുൻകാലത്തൊക്കെ നമ്മൾ ഭരണത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രശ്നം തുടക്കത്തിലെ ഒരു കല്ലുകടിയുടെ, ഇപ്പോൾ നോക്കൂ, കണ്ണൂരിൽ കഴിഞ്ഞു, കണ്ണൂരിൽ നിന്ന് മേയറെ പ്രഖ്യാപിച്ചു. പക്ഷേ കൊച്ചിയിൽ അത് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അതിന് ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നത് തുടക്കത്തിലെ ഒരു കല്ലുകടിയാണോ? അല്ല, UDF രാഷ്ട്രീയത്തിൽ ഇതൊന്നും കല്ലുകടിയായിട്ട് അവരാരും പിന്നെ സമ്മതിച്ചു തരില്ലല്ലോ ശരത്തെ. നമുക്കറിയുന്ന കാര്യമാണല്ലോ അത്. എത്രയോ കാലങ്ങളായി UDF രാഷ്ട്രീയം ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്ന് പിന്നെ ഒരു ഉദാഹരണത്തിന് UDF രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു സത്യാവസ്ഥയാണ് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എങ്ങനെയാണ് മുസ്ലിം ലീഗ് പിടിമുറുക്കി അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അല്ല, ഞാനത് ഒരു നിമിഷം താങ്കളത് പറഞ്ഞതുകൊണ്ട് സഹായനായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ 2011-16 കാലത്ത് ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള അന്നത്തെ ഒരു രാഷ്ട്രീയ അനുഭവത്തെയാണ് വെള്ളാപ്പള്ളി ഇന്ന് താങ്കൾ പറഞ്ഞ പോലെ ആ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ ഏതായാലും അത് പറഞ്ഞതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് കൂടി നമുക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ ആ ഭാഗം, ആ പറഞ്ഞത് ഒന്ന് കാണാം. അതേസമയം ഭരണത്തിൽ വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, സുഹൃത്തെ, ഞങ്ങൾക്ക് ഒരു നീതി ലഭിച്ചിട്ടില്ലല്ലോ, അത് മാറി പുതിയ ആൾ വരുമ്പോൾ ഞങ്ങളെല്ലാം പരിഗണിക്കാമെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി നിങ്ങളേതായ സമുദായത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലേ? അതേസമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നല്ലോ നരേന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുറവുണ്ടായിരുന്നല്ലോ, അത് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന കാര്യം നിങ്ങൾ എന്താ പറയാത്തത്? അപ്പോൾ അധികാരത്തിൽ കയറിയ ശേഷം മുസ്ലിങ്ങൾക്കുള്ള കുറവ് പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് ഉത്തരവിറക്കി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയപ്പോൾ ഈഴവ സമുദായത്തുൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ കുറവും നരേന്ദ്രൻ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും ഉത്തരമില്ല. മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ശങ്കർ സാറിന് ശേഷം ഞങ്ങൾക്ക് എന്ത് കിട്ടി? 60 കൊല്ലത്തിന് മേലായില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ സ്കൂളിതാ, കോളേജിതാ, മലപ്പുറത്തൊന്നുമില്ലല്ലോ, വയനാടൊന്നുമില്ലല്ലോ, കാസർഗോഡൊന്നുമില്ലല്ലോ, 3 ജില്ല, മലബാർ പ്രദേശം ഒന്നുമില്ല, ഒരു കുടിപ്പള്ളിൽ കുഴപ്പമില്ല. ഈ നോക്കാൻ പാർക്കലാമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നല്ലാതെ അതിനുശേഷം ആലുവ മണപ്പുറത്ത് പോലും കണ്ട ഭാവിയില്ലെന്ന് മാത്രമല്ല, അധികാരത്തിൽ ഇരുന്നുകൊണ്ട് പിന്നെ അവരുടെ വകുപ്പ് അവരുടെ സമുദായത്തിൻ്റെ വകുപ്പായി കണ്ടുകൊണ്ട് എല്ലാം ഒപ്പിട്ടെടുത്തു. ഈ മതേതരത്വം ജനാധിപത്യം പറയുന്ന ലീഗ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളൊന്നും അറിയാമല്ലോ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തവരല്ലേ ഇവർ? മലപ്പുറത്ത് പ്രഖ്യാപിച്ചില്ല അവരുടെ മന്ത്രിമാരും വകുപ്പും. ഈ കോൺഗ്രസ്സുകാർക്ക് വല്ലതും ചെയ്യാനെത്തോ? എറാമൂളുക മാത്രമല്ലേ ചെയ്തത്? അപ്പം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തവരല്ലേ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. അവിടെ ദാർഢ്യവും അഹങ്കാരവും മണിപ്പവറും മസിപ്പവറും മാൻ പവറും ഉണ്ട് എന്നുള്ള തോന്നലോടുകൂടി ആരോട് എന്ത് ചെയ്യാനുള്ള അഹങ്കാരം. അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത് ഉമ്മൻചാണ്ടി ഇരിക്കെ മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ അവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത 5ാം മന്ത്രിയും കൂടെ എടുത്ത കേരളത്തിൽ, ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ ജനാധിപത്യത്തിൽ? ശ്രീ ജയചന്ദ്രൻ, താങ്കൾ സൂചിപ്പിച്ച ഇതാണിന്ന് 2011-16 UDF ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അക്കാലത്തെ മുസ്ലിം ലീഗിൻ്റെ രീതികളെക്കുറിച്ച്, നടപടികളെക്കുറിച്ച് ഒക്കെ ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞു വെച്ചത്. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു വന്നതിനിടയിൽ സാന്ദർഭികമായി അതുകൂടി ഈ ചർച്ചയുടെ ഭാഗമായി ചൂണ്ടിക്കാട്ടിയതാണ്. പറയാം, താങ്കൾ പൂർത്തിയാക്കിക്കോളൂ.
അതെ അതെ, അതുതന്നെയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സ്വീകരിച്ചു പോരുന്നൊരു സമീപനമുണ്ടല്ലോ ലീഗ് നേതാക്കളിൽ നിന്ന്. മുസ്ലിം ലീഗിനെ അദ്ദേഹം പലവട്ടം വെള്ളാപ്പള്ളിയോട് നമുക്ക് യോജിക്കാം, പക്ഷേ പറയുന്ന വസ്തുതകളെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം ആ ഭാഗത്തു നിന്ന് വരുന്നത് ഇതാ മുസ്ലിങ്ങളെ വിമർശിച്ചിരിക്കുന്നു വെള്ളാപ്പള്ളി എന്നുള്ള നിലയിലാണ്. പക്ഷേ വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ അല്ല വിമർശിക്കുന്നത്. അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ നിരന്തരമായി ഉന്നയിച്ചു പോരുന്നത്. അതെല്ലാം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി കഴിഞ്ഞ ഈ നൂറ്റാണ്ടിൻ്റെ 2000 മുതൽ 2025 വരെയുള്ള കാലയളവിൽ നമ്മൾ കണ്ട എത്രയോ സംഭവവികാസങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭരണകാലത്തെ ഇടപെടലുകൾ തെറ്റായ ദിശയിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ പരമാവധി കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട് പല തരത്തിലും. അത് പിന്നെ അവർക്കത് യോജിക്കുന്നതായിരിക്കാം, ബാക്കിയുള്ള എല്ലാവരും യോജിച്ചു കൊള്ളണമെന്നില്ല. രാഷ്ട്രീയമായി വിയോജിപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നിട്ടുമുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത് രാഷ്ട്രീയ വിമർശനമല്ല, അതാണ് പ്രാധാന്യമുള്ള കാര്യം. അദ്ദേഹം ഇപ്പം ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് മുസ്ലിങ്ങളെ വിമർശിക്കുകയല്ല എന്നതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി പിന്നെ ഇത് ഇപ്പം BJP RSSൻ്റെ കാര്യം പറയുമല്ലോ. BJP RSSനെ വിമർശിച്ചാൽ ഹിന്ദുക്കളെ വിമർശിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത് പോലെയാണ് വെള്ളാപ്പള്ളിയുടെ ലീഗ് വിമർശനം മുസ്ലിങ്ങളെയാണ് വിമർശിക്കുന്നത് പറയുന്നത്. അത്രയുള്ള അതിനകത്ത് കാര്യം. ആ വിമർശനങ്ങൾക്ക് സാങ്കത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനാണ് ലീഗ് മറുപടി പറയേണ്ടത്. പക്ഷേ അവരെപ്പോഴും അതിനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റിടത്തേക്കാണ്. ഏതാണ് ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു മുസ്ലിങ്ങളെ. ഇതിന് സതീശൻ പറഞ്ഞു കേട്ടില്ലേ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടില്ലേ, എല്ലാ ആഴ്ചയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ ഓരോ പത്രസമ്മേളനം വെള്ളാപ്പള്ളി നടത്തിയാൽ ഞങ്ങൾക്ക് സുഖമായിരുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? കാര്യങ്ങൾ പറയാൻ ഇവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല എന്നുള്ളൊരു നിലയാണോ ഇവർ UDF ആഗ്രഹിക്കുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉണ്ടോ ഇല്ലയോ, കിട്ടുമോ ഇല്ലയോ എന്നത് നോക്കിയിട്ടാണോ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെ പിന്നെ പരസ്യമായി പറയേണ്ടത്? അല്ലല്ലോ. അദ്ദേഹത്തിന് പറയാനുള്ളത് പറയും. മുൻപ് ഈ പിന്നെ CPM വിമർശന വിധേയമായിട്ടുണ്ടോ വെള്ളാപ്പള്ളിയാൽ? ഇല്ലേ? പരസ്യമായി തന്നെ CPMനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി വിമർശിച്ചിട്ടില്ലേ? അന്നാരും ഇങ്ങനെ പറയാനുണ്ടായിരുന്നില്ലല്ലോ. CPMിലാരും അങ്ങനെ പറഞ്ഞില്ല, വെള്ളാപ്പള്ളി അങ്ങനെ വിമർശിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞില്ല. വെള്ളാപ്പള്ളിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തന്നെ അംഗീകരിച്ച പാർട്ടിയാണ് CPIM. അദ്ദേഹം സമുദായ നേതാവ് എന്നുള്ളതിന് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന്. ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു സമുദായ നേതാവ് മറ്റാരാണ് കേരളത്തിൽ ഇന്നുള്ളത് എന്നുകൂടെ പറയണം ഈ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നവർ. മറ്റൊരു സമുദായ നേതാവും ഇത്രയും സീനിയോറിറ്റിയുള്ള ഒരു സമുദായ നേതാവും കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് എൻ്റെ അറിവിലില്ല അക്ഷരത്തെ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൽ കാമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കണക്കിലെടുക്കേണ്ട വസ്തുത. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനെ വെള്ളാപ്പള്ളി വിമർശിച്ച കാര്യങ്ങളിൽ കാമ്പുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ ശ്രീ ജയചന്ദ്രൻ, താങ്കൾ പറയുന്നത് 2000 ഇപ്പോൾ താങ്കൾ പറഞ്ഞാൽ ഏറ്റവും സീനിയറായ ഒരു സമുദായ നേതാവാണ്. അത്ര ദീർഘകാലത്തെ ഒരു പ്രവർത്തന അനുഭവത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് 2011 മുതൽ 16 വരെ, അതിനു മുമ്പ് പിന്നോക്ക സമുദായ മുന്നണി രൂപീകരിച്ചത്, നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടും ഒന്നും ചെയ്യാതിരുന്നത്, അതേസമയം മുസ്ലിം ബാക്ക്ലോഗ് പരിഹരിക്കാൻ സർക്കാർ സന്നദ്ധമായത്, ഈഴവർക്ക് വേണ്ടി ചെയ്യാതിരുന്നത്, പിന്നോക്ക സമുദായങ്ങൾക്കാകെ വേണ്ടി ചെയ്യുക, ഇതൊക്കെ പറഞ്ഞാണ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് 5ാം മന്ത്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം എന്ന ഏറ്റവും വലിയ വിമർശനം ആ സർക്കാർ നേരിട്ടത്. ഇതൊക്കെയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് മുസ്ലിം ലീഗ് അദ്ദേഹത്തിൻ്റെ ഈ വിമർശനങ്ങളെ 2011-16 ഓർമ്മപ്പെടുത്തിയതിനെ നിഷേധിക്കാനും തയ്യാറാകണം, ഇതിന് മറുപടി പറയാൻ ലീഗ് തയ്യാറാകണം, ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് ആ നിലയിൽ തന്നെ സമൂഹവുമായി ചർച്ച ചെയ്യാൻ, ഡിബേറ്റ് ചെയ്യാൻ മുസ്ലിം ലീഗ് തയ്യാറാകണമെന്നാണോ? അല്ല, അതിനകത്ത് ആ വസ്തുത നോക്കൂ. 2000 ആണ്ടിലാണല്ലോ നരേന്ദ്ര കമ്മീഷൻ രൂപീകരിക്കുന്നത്. തൊട്ടടുത്ത വർഷം നടന്ന ഇലക്ഷനിൽ ആൻ്റണിയാണല്ലോ അധികാരത്തിൽ വരുന്നത്. എന്തായി നരേന്ദ്ര കമ്മീഷൻ്റെ ശുപാർശകൾ എന്തായി എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. എവിടെയും നമ്മൾ പരതി നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിനുശേഷം സച്ചാർ കമ്മിറ്റിയെ നിയമിച്ചത് പിന്നെ 1ാം UPA സർക്കാരിൻ്റെ കാലത്താണല്ലോ. 2005 നിയമിക്കുന്നു, 2006 തന്നെ ആ റിപ്പോർട്ട് വരുന്നു. റിപ്പോർട്ട് വന്നതിന് ശേഷം പിന്നെ ഈ കേരളത്തിൽ അന്ന് BS സർക്കാരാണ്, 2006 മുതലുള്ള സർക്കാർ അതിന്റെ തുടർ നടപടികൾ ഇന്ത്യ ആകമാനം എടുത്തു നോക്കിയാൽ
അതെ, അല്ല, സച്ചാർ കമ്മിറ്റി പറയുന്നത് ഇന്ത്യയിൽ ആകമാനം എടുത്തു നോക്കിയാൽ SC വിഭാഗത്തിനേക്കാളും വളരെ മോശപ്പെട്ട നിലയിലാണ് മുസ്ലിങ്ങളുടെ ജീവിത സാഹചര്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ. അത് VS സർക്കാരാണ് നടപ്പിലാക്കുന്നത് എന്ന് മാത്രമോ ഇന്ത്യയിൽ ആദ്യമായി ഒരു ന്യൂനപക്ഷ ക്ഷേമത്തിനൊരു വകുപ്പ് വരുന്നത് ഈ കേരളത്തിലാണെന്ന് VS സർക്കാരിൻ്റെ കാലത്ത്. പാലോളിയാണ് മന്ത്രിയായിട്ട് ആദ്യം മന്ത്രിയായിട്ട് നിയമിക്കപ്പെടുന്നത്. പാലോളിയാണ്. ഇല്ലേ? ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ? അല്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംഭാവന എന്താണ് ഇത്തരം കാര്യങ്ങളുള്ളത് എന്നുകൂടെ പറയണ്ടേ? അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾക്ക് വിമർശിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സമുദായ നേതാവ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ മെറിറ്റിൽ കാര്യങ്ങളെ അസസ് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും തയ്യാറാവുന്നതിന് പകരം രാഷ്ട്രീയമായി ആക്രമിക്കാൻ ചെന്നാൽ അത് ആക്രമിക്കുന്നവർ ഈ വെള്ളാപ്പള്ളിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് സംഭവിക്കണം എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കും. അത് പിന്നെ അരുൺകുമാർ പറഞ്ഞതുപോലെ അധികം വൈകുകയുമില്ല, പിന്നെ 4 മാസം കഴിയുമ്പോൾ അറിയുകയും ചെയ്യാമല്ലോ. ഇവിടെ ശ്രീ അരുൺകുമാർ, ഇന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വാർത്താ സമ്മേളനം നടത്തിയാണ് ഇപ്പോൾ സംസാരിച്ച ഈ കാര്യങ്ങൾ ഒരു കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതിന് തൊട്ടു മുമ്പായി സംഭവിച്ചത് എന്താണ്? വെള്ളാപ്പള്ളി ഏറ്റവും ശക്തമായ നിലയിൽ ഒരു വർഗീയവാദി എന്ന നിലയിൽ ഏറ്റവും ശക്തമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ശക്തമായി വിമർശിക്കപ്പെടുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ CPIM-നെയും ഇടതുമുന്നണിയെയും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രചാരണത്തിലേക്ക് UDF പോകുന്നു. ജമാഅത്തെ ഇസ്ലാമി അത് ഏറ്റെടുക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോയൊരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ റിസൾട്ട് പരിശോധിച്ചാൽ ന്യൂനപക്ഷ വോട്ടുകളിൽ CPIM-ന് സംഭവിച്ചിട്ടുള്ള LDF-ന് സംഭവിച്ചിട്ടുള്ള ഒരു തിരിച്ചടിയുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDF-ന് ഉണ്ടായിട്ടില്ലേ? അവിടെയാണ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി വിശദീകരണം നൽകുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് UDF സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ പറയുന്നത് പ്രസക്തമാണോ? അതുമായി ബന്ധപ്പെട്ടൊരു പുതിയ ഡിബേറ്റ് രൂപപ്പെടുമ്പോൾ ശ്രീ അരുൺകുമാർ എന്തു പറയും? ഇവിടെ UDF വളരെ വലിയ രൂപത്തിൽ തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെയും ഭൂരിപക്ഷ രാഷ്ട്രീയത്തെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJPക്ക് കിട്ടിയ വോട്ട് ചില മണ്ഡലങ്ങളിൽ, ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ 2ാം സ്ഥാനത്ത് LDF വരുമ്പോൾ 3ാം സ്ഥാനത്തുള്ള കോൺഗ്രസിൻ്റെ വോട്ടിംഗ് പാറ്റേണുമെല്ലാം വിവിധങ്ങളായ മണ്ഡലങ്ങളിൽ നമ്മളെടുത്ത് പരിശോധിച്ചു. കാരണം BJP ജയിച്ച മണ്ഡലങ്ങളിൽ. അപ്പോൾ BJPക്ക് സഹായിക്കേണ്ട സ്ഥലത്ത് സഹായിച്ചു, അവിടുന്ന് വോട്ട് വാങ്ങിക്കേണ്ട സ്ഥലത്ത് വോട്ട് വാങ്ങിച്ചു. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ ചില വാർഡുകളുടെ വോട്ട് ഘടനയൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കത് ബോധ്യമാവും. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് നേടാൻ വേണ്ടി വലിയ വലിയ ഇടപെടലാണ് അവർ നടത്തിയത്. ഇപ്പോൾ 1957 ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതരാഷ്ട്രവാദത്തിൽ നിന്ന് അവരൊട്ടും പുറകോട്ട് പോയിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും പുറകോട്ട് പോയി എന്ന് അവർ അംഗീകരിച്ചിട്ടില്ല. 2014 ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇത് ഒരു മതരാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാ തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണെന്ന് അഫിഡവിറ്റ് തന്നെ ഫയൽ ചെയ്തത്. ആ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് ഇപ്പോൾ 5 വർഷം, കൃത്യമായി 10 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ അഫിഡവിറ്റിൽ നിന്ന് പിറകോട്ട് പോകാനും ഇവർ മതരാഷ്ട്രവാദികളല്ല, ഞങ്ങൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ പാകത്തിലുള്ള ഒരു മുന്നണിയാണ്, ഒരു മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് എത്തിയിരിക്കുന്നു എന്ന് സാധൂകരിച്ച് പറയാൻ പറ്റിയ ഏത് സാഹചര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പ്രവർത്തനത്തിൽ ഉണ്ടായത് എന്ന് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് വിജയം കിട്ടി, വോട്ട് കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴൊന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞാലും മതരാഷ്ട്രവാദികളുടെ വോട്ട് തേടി മുന്നോട്ട് പോകുമ്പോൾ സമീപകാല ഭാവിയിൽ തന്നെ ഇതിന് കൃത്യമായി ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഞങ്ങൾ മതരാഷ്ട്ര നിർമ്മിതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ. അപ്പോൾ ഇതിൻ്റെ അന്തരം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ LDF-നെ പരാജയപ്പെടുത്താൻ ഇത്തരത്തിലുള്ള വർഗീയവാദികളുടെ വോട്ട് തേടിയാൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂ, തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയൂ എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് UDF മാറി. അത് ഇന്നും ഇന്നലെയല്ല, UDF തന്നെ സമ്മതിക്കുന്നു. 2019 മുതൽ ഞങ്ങൾ പരസ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹകരണത്തിലാണ്. അതുപോലെ തന്നെ നീക്കുപോക്കുണ്ട്. ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ അത് ഫൈനലായി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പ്രകടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയാണ്. നേരെ UDF-ന്റെ ഓഫീസിലേക്കാണ് ആ പ്രകടനം പോയത്, നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ
തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ പീഡനത്തെ സംരക്ഷിക്കാനും അതിൽ ചോദ്യങ്ങൾ ഉയർന്നു വരാതിരിക്കാനും വേണ്ടി എല്ലാ തരത്തിലും വി.ഡി. സതീശൻ്റെ ഒരു രാഷ്ട്രീയ കൗശലം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് കാണുകയാണ്. ഇപ്പം ന്യൂനപക്ഷ കക്ഷികൾക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ സമുദായ സംഘടനകൾക്ക് ആ സമുദായ സംഘടനകളുടെ അഭിപ്രായം പറയാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായം പറയുന്നതിനെ എതിർക്കുക എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്കത് രാഷ്ട്രീയ ഗുണമുണ്ടാകുമെന്ന് പറയുക. അപ്പോൾ അതിലെല്ലാം പറയുന്ന വാക്കുകൾ, വാചകങ്ങൾ, ചരിത്ര വസ്തുതകൾ, മുൻ UDF ഭരണകാലത്തെ വസ്തുതകളെല്ലാം ചിലരിൽ അലോസരമുണ്ടാക്കുന്നു, അത് തുടർച്ചയായിട്ട് അലോസരമുണ്ടാക്കുന്നു എന്നത് തന്നെയാണ് ഇത്തരത്തിൽ പത്രസമ്മേളനത്തെ വരെ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം എതിർത്തുകൊണ്ടിരുന്ന പലരും LDF ആണ് ശരി, LDFൻ്റെ നയങ്ങളാണ് ശരി, നേതൃത്വമാണ് ശരി എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സജീവമായിട്ട് വികസനത്തിൻ്റെ രാഷ്ട്രീയവും ക്ഷേമ പദ്ധതികളുടെ രാഷ്ട്രീയവും പശ്ചാത്തല വികസനത്തിൻ്റെ രാഷ്ട്രീയവും എല്ലാം ചർച്ച നടത്തുമ്പോൾ അത് ഒരു വോട്ടായി പൂർണ്ണമായി നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അത് ജനങ്ങളോട് കൂടുതൽ ഇടപെട്ടുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം തേടിക്കൊണ്ട് അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ LDFന് കഴിയും. പക്ഷേ അവിടെ അരുൺ ഈ പറഞ്ഞതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ പറഞ്ഞതിനോടൊപ്പം തന്നെ നിരവധി ചാനൽ ചർച്ചകളിൽ നിങ്ങളൊക്കെ നിരന്തരം നേരിടേണ്ടി വന്നിട്ടുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ വിശദീകരിക്കേണ്ടതായി വന്ന, മറുപടി പറയേണ്ടതായി വന്ന ഒരു വലിയ പ്രചാരണം ഉണ്ടായിട്ടില്ലേ? രാജ്യത്ത് യാതൊരു സംശയവുമില്ല, അതൊരു ഡിബേറ്റ് ചെയ്യേണ്ട വിഷയം പോലുമല്ല. രാജ്യത്ത് വർഗീയതയ്ക്കെതിരായി രാജ്യത്തെ ഇടതു പാർട്ടികൾ CPMൻ്റെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള വലിയ പോരാട്ടത്തിൻ്റെയും അതിൻ്റെ കേരളത്തിലെ അനുഭവവും നമ്മുടെയൊക്കെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ നോക്കൂ, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ, എനിക്കൊന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇടത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു പ്രചാരണത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മാധ്യമ വിഭാഗവും പോകുന്നു. അങ്ങനൊരു നറേഷൻ കൊണ്ടുവരികയാണ്. ആ നറേഷനിലൂടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നീട് ഇപ്പോൾ വെള്ളാപ്പള്ളി അടക്കം അഭിപ്രായങ്ങൾ പറയുന്നതിന് ഇതുമായി ബന്ധപ്പെടുത്തി CPMനെ വലിയ തോതിൽ വിമർശിക്കുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ സമീപകാലത്തെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷത്തെ വല്ലാതെ പഴിചാരും വിധത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വിശേഷണമാണ്. അത് ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അകറ്റുന്നതിനോ തെറ്റിദ്ധരിക്കുന്നതിനോ ഇടവന്നിട്ടുണ്ടാകുമോ? അതെ, ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ മതരാഷ്ട്ര നിർമ്മിതിക്കാരുടെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ രാജ്യത്ത് ഉയർന്നു വന്ന ഏത് വിഷയം എടുത്തു നോക്ക്, ഇപ്പോൾ കാശ്മീരിനെ കീറി മുറിച്ച വിഷയമായാലും മുത്തലാഖ് പരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും പൗരത്വ ഭേദഗതി നിയമമായി പാർലമെൻറ്റിന് അകത്തും പുറത്തും നടന്ന ഇടപെടലുകളും പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായാലും അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയമായാലും ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, അതുപോലെ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ബിൽക്കീസ് ബാനുവിൻ്റെ ബിൽക്കീസ് ബാനുവിൻ്റെ കേസിൽ പ്രതിയെ രക്ഷിച്ച NDA ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമായാലും ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അവിടെയെല്ലാം ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച ശരിയുടെ നിലപാട് ഒരു ഭാഗത്ത്, പാർലമെന്റിലെ എണ്ണം കുറവാണ്, പക്ഷെ കാര്യരുമ്പിന്റെ കരുത്തോടെ ഏറ്റവും ഉജ്ജ്വലമായ ഓരോ വിഷയങ്ങളുടെ അവതരണത്തിലും ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന കാര്യത്തിലും എല്ലാം നടത്തിയ ഇടപെടലുണ്ട്. ബുൾഡോസർ രാജ് അവസാനിപ്പിക്കാൻ ബുൾഡോസറിന്റെ ആ കപ്പിന്റെ മുകളിലേക്ക് കയറി നിന്ന് നിന്റെ ബുൾഡോസർ എന്ന് പറയുന്നതും സുപ്രീം കോടതി പോയി നിയമ പോരാട്ടം നടത്തി ബുൾഡോസർ രാജ് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാഹചര്യം അടക്കം നിരവധി സാഹചര്യങ്ങളുണ്ട്. ഇവിടെയെല്ലാം രാജ്യത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷമായി ഓടിയെത്തുന്നത് ഇടതുപക്ഷമാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടക്കുമ്പോഴും അത് 9-9.25 കൊല്ലമായി ഒരൊറ്റ വർഗീയ കലാപങ്ങൾ പോലും ഇല്ലാത്ത, ഒരനിഷ്ട സംഭവം പോലും ഇല്ലാത്ത നാടായിട്ട് നമ്മുടെ കേരളം മാറി. അന്നിപ്പോൾ ദീപിക ദിനപത്രം തന്നെ എഡിറ്റോറിയൽ എഴുതിക്കൊണ്ട് പറഞ്ഞത് ഈ കേരളത്തിന് പുറത്ത് ഞങ്ങൾക്ക് പുരോഹിത വസ്ത്രം പോലും ധരിക്കാൻ പറ്റുന്നില്ല, ക്രിസ്മസ് ആഘോഷിക്കാനോ ഒരു കേക്ക് മുറിക്കാനോ പറ്റുന്നില്ല, പുരോഹിതന്മാർക്ക് ഒത്തുകൂടാനോ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ എഴുതിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ തെലങ്കാനയിലും ആന്ധ്രയിലും എല്ലാം കന്യാസ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ എന്താണ് കേസ് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ കേസ് കൊടുക്കാൻ ഇതെന്താ കേരളമാണോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ എല്ലാം കേസ് കൊടുത്ത ദുരന്ത ഫലം അവരനുഭവിക്കേണ്ടി വരും എന്ന് പരസ്യമായിട്ട് പറഞ്ഞ സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഏക സംസ്ഥാനം ഈ കേരളമാണ്. പക്ഷേ ഈ സാമൂഹ്യ യാഥാർത്ഥ്യം മറന്നുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തെറ്റായ വാർത്തകളും കപടമായിട്ടുള്ള കഥകളും എല്ലാം പ്രചരിപ്പിക്കുന്നത് നാം കാണുകയാണ്. അതിനുവേണ്ടി ചില നരേറ്റീവ് ഇവർ ഉണ്ടാക്കും.
ഉണ്ടാക്കുന്നു. ആ നരേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഇടത് ഹിന്ദുത്വ എന്നുള്ള വാചകമെല്ലാം വന്നത്. അത് ചെറിയ ഇരുട്ടുമുറിയിൽ ഇരുന്ന് രൂപപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള നരേറ്റീവ് വരുന്ന ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുക, അതുപോലെ തന്നെ വരുന്ന വർഷം പിന്നത്തെ വർഷം വരെ കേരളം പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്ന രൂപത്തിൽ ഇവർ തന്നെ തയ്യാറാക്കുകയാണ്. അത് പ്രചരിപ്പിക്കാൻ ഇവരുടേതായിട്ടുള്ള മാധ്യമ സംവിധാനവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഉണ്ട്. അത് വച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനം ചർച്ച ചെയ്യേണ്ട വികസനത്തിന്റെ രാഷ്ട്രീയം, നന്മയുടെ രാഷ്ട്രീയം, അതുപോലെ സാമൂഹ്യക്ഷേമത്തിന്റെ രാഷ്ട്രീയം, സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിന്റെ രാഷ്ട്രീയം, ഇതൊന്നും ചർച്ച ചെയ്യാതെ ഇവിടെയെല്ലാം ഈ ഗ്യാപ്പ് കൃത്യമായിട്ട് ഇത്തരത്തിൽ ഇവർ ഉണ്ടാക്കുന്ന നരേറ്റീവ് മാത്രം ചർച്ച ചെയ്യുക, അതുമാത്രം പ്രോത്സാഹിപ്പിക്കപ്പെടുക, അതിനുവേണ്ടി അപരമത വിദ്വേഷവും സാമുദായ വിദ്വേഷവും ഉണ്ടാക്കുക എന്ന രൂപത്തിലേക്ക് വളരെ ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം കാണുകയാണ്. പക്ഷെ കേരളത്തിലെ ജനത വളരെ പ്രബുദ്ധരാണ്. ആ പ്രബുദ്ധരായ ജനത ഇവരുടെ ഈ കപടമായിട്ടുള്ള ഇടപെടലുകളെ തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മൾ വളരെ രസകരമായി പറഞ്ഞ എല്ലാവരെയും എല്ലാ കാലവും കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ആവാം അത് അരുൺ പറഞ്ഞത് വെച്ച് നോക്കിയാൽ. നോക്കൂ, ഇപ്പോൾ മാറാട് കലാപം എന്നുള്ളത് പോലെയുള്ള ആശങ്കപ്പെടുത്തുന്ന, കേരളത്തിൽ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കലാപങ്ങൾ നടന്നത് ഏത് കാലത്ത്? വർഗീയ കലാപങ്ങളില്ലാത്ത കേരളത്തിൽ നിശ്ചയമായി അത് ഇടതുപക്ഷ സാന്നിധ്യം എന്ന് പറയുന്ന രാജ്യത്തെ വളരെ സവിശേഷമായ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. ഈ കോൺഗ്രസും അല്ലെങ്കിൽ മറ്റു പാർട്ടികളുമൊക്കെ മുഖ്യപ്രതിപക്ഷമായി നിൽക്കുന്ന ഇടങ്ങളിൽ പോലും, പ്രതിപക്ഷം, ഞാൻ ഭരണം എന്ന് പറയുന്നില്ല, പ്രതിപക്ഷമായിരിക്കുന്നിടത്ത് പോലും അതിനെയൊന്നും പ്രതിരോധിക്കാനും അല്ലാത്ത ഒരു വ്യത്യസ്തമായ നിലയിലൊരു പൊതുബോധം രൂപപ്പെടുത്താനോ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനോ കഴിയാത്ത ഇടത്ത് കേരളത്തിൽ അത് കഴിയുന്നുവെങ്കിൽ അത് കേരളത്തിൻ്റെ വ്യത്യസ്തമായ, അതിനെയാണ് മുമ്പ് പറഞ്ഞ രീതിയിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഈ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് അരുൺ, ഇന്നത്തെ ഒരു ദിവസത്തിന് നിങ്ങൾ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ് ദേശീയ തലത്തിൽ. അത് കോൺഗ്രസ് ആവട്ടെ, CPIM ആകട്ടെ, എല്ലാവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതാണ്. BJP നേതാക്കൾ വന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതാണ്. നോക്കൂ, രാജ്യത്തെ ഏറ്റവും ശക്തമായ ഒരു വിമർശനം, പ്രതിഷേധം ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ, മോദി സർക്കാരിനെതിരെ കൊണ്ടുവരുമ്പോൾ, രാജ്യത്ത് തൊഴിലുറപ്പ് അവകാശമായ നാട്ടിൽ അത് അട്ടിമറിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അരുൺ? അതും പ്രശ്നമല്ലേ? അവിടെയും ഈ പോരാട്ടത്തെ, പ്രതിഷേധത്തെ ദുർബലപ്പെടുത്തുകയല്ലേ? രാഹുൽ ഗാന്ധി ഇല്ലാത്ത ഒരു ലോക്സഭയിലാണ് പ്രതിപക്ഷത്തിന് ഇന്ന് പ്രതിഷേധിക്കേണ്ടി വന്നത് മോദി സർക്കാരിനോട്. മഹാത്മാഗാന്ധിയുടെ പേരുള്ള ആ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ മികവ് ചൂണ്ടിക്കാട്ടി. തീർച്ചയായും ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു പക്ഷമായിരിക്കണം. പ്രത്യേകിച്ച് വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി എന്ന രൂപത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും. അവരെ കൂട്ടിയോജിപ്പിച്ച് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, ഉയർന്നു വരുന്ന ഏറ്റവും ഗൗരവമായ ജനങ്ങളെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് നിർത്തി പാർലമെന്റിന്റെ ഉള്ളിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക. പാർലമെന്റിന് പുറത്ത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ തീരുമാനത്തിന്റെ ഭാഗമായി ദുരന്തം അനുഭവിക്കപ്പെട്ട ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മഹാപ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ പ്രതിപക്ഷത്തിന്റെ കടമ. പ്രക്ഷോഭങ്ങൾക്ക് മാത്രമേ മാറ്റമുണ്ടാക്കാൻ കഴിയൂ. നമുക്കറിയാം, വലിയ രൂപത്തിൽ ഇവിടെ ലേബർ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം 6-7 വർഷം മുമ്പ് ഉണ്ടായതാണ്. അന്ന് വലിയ പണിമുടക്കടക്കം വലിയ ഒരു ഐക്യനിര ഉയർത്തി പ്രത്യേകിച്ച് ട്രേഡ് യൂണിയനുകളെല്ലാം ഒറ്റമുഖത്തോടെ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി ധൃതി പിടിച്ച് ലേബർ കോഡ് നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ഒരു 6-7 വർഷം NDA ഗവൺമെന്റ് മാറിയതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കൊണ്ടുവന്ന് ഇപ്പോൾ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ലേബർ കോഡുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം അവർ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകതയോടെ പിന്തുണയോടെ കൊണ്ടുവന്ന ഒരു മാതൃകാ പദ്ധതിയാണ്. ആ പദ്ധതി തൊഴിൽ ഉറപ്പ് നൽകുക എന്നതാണ്. മിനിമം കൂലിയും മിനിമം ദിവസവും ഉറപ്പ് നൽകുക എന്നതാണ്. കോർപ്പറേറ്റുകൾക്ക് വലിയ തരത്തിൽ വളരാനുള്ള സാഹചര്യവും കോടിക്കണക്കിന് ലാഭമുണ്ടാക്കാനുള്ള സാഹചര്യവും ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെ സൃഷ്ടിക്കുമ്പോൾ ഏറ്റവും പട്ടിണി പാവങ്ങൾക്ക്, പ്രത്യേകിച്ച് പട്ടിണിയുടെ ഇതെല്ലാം ശരി തന്നെ. ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന കൃഷിമന്ത്രി മറുപടി പറഞ്ഞ് അത് ശബ്ദ വോട്ടോടെ ലോക്സഭ പാസ്സാക്കുമ്പോൾ ആ ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവില്ലല്ലോ. രാഹുൽ ഗാന്ധി രാജ്യത്ത് തന്നെ ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ ഏത് തരത്തിലാണ് ഒരു സർക്കാരിൻ്റെ നടപടികളെ ഒരു പ്രതിപക്ഷ മുന്നണി എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിക്കുക?
അതെ, അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ബില്ല് ചർച്ച ചെയ്തപ്പോൾ കല്യാണം കൂടാൻ പോയി ബിരിയാണി ചെമ്പ് തുറക്കണ സമയമാണ്, അപ്പോൾ അവിടെ എത്തണം എന്ന് പറഞ്ഞ് ആ ചർച്ചയിൽ പങ്കെടുക്കാത്ത സാഹചര്യം ഇതിനു മുമ്പുണ്ട്. വിമാനം വൈകിപ്പോയി എന്ന് പറഞ്ഞ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അടക്കം വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്തവരെ നമ്മൾ കാണുകയാണ്. അതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ബന്ധപ്പെട്ടുള്ള ബില്ലിൽ ഏറ്റവും പ്രധാനമായി അതിനെ എതിർക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവർ പോലും ചർച്ചയിൽ ഇല്ലാത്ത സാഹചര്യം നമ്മൾ കണ്ടു വോട്ടെടുപ്പിൽ. ഇപ്പോൾ ഇതിൽ പാർലമെന്റിൽ ഇത് ലീഡ് ചെയ്യേണ്ട വ്യക്തിയാണല്ലോ ശ്രീ രാഹുൽ ഗാന്ധി. അതായത് ഇതിൻ്റെ പ്രക്ഷോഭത്തിനെ പാർലമെന്റിനകത്തും പുറത്തും ലീഡ് ചെയ്യേണ്ട വ്യക്തി ജർമ്മനിയിൽ പോയി അടിച്ചു പൊളിക്കുകയാണ് എന്നതാണ് ദൃശ്യങ്ങളും പത്രവാർത്തകളും എല്ലാം പുറത്തു വരുന്നത്. ചില വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് പ്രതിപക്ഷത്തിൻ്റെ ഐക്യനിരയെ ദുർബലപ്പെടുത്തും, പോരാട്ടങ്ങളുടെ മുനയൊടിക്കും, എന്നിട്ട് പുറത്ത് പറയും ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി എന്ന് കോൺഗ്രസ് പറയുന്നത് കാണുമ്പോഴുള്ള ജനങ്ങളുടെ ഒരു വികാരവും പ്രതികരണമൊക്കെയാണ് ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ, ഇത് കാണുമ്പോൾ അങ്ങേയറ്റം കൗതുകകരമായി തോന്നും. ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ഇന്ന് ലോക്സഭയിൽ രാജ്യത്തെ പ്രതിപക്ഷ മുന്നണി വളരെ ശക്തമായി കോൺഗ്രസ് വിപ്പ് കൊടുത്തു, എല്ലാ അംഗങ്ങളും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രതിപക്ഷ നേതാവില്ല. അദ്ദേഹം ജർമ്മനിയിൽ BMW കമ്പനിയിൽ അവരുടെ ബൈക്ക് ഓടിച്ച് രസിക്കുകയാണ്. രാജ്യത്ത് പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിലേ ഇല്ല. ആ ബില്ലിനെതിരെ എതിർത്ത് ശബ്ദ വോട്ടെങ്കിൽ ശബ്ദ വോട്ട്, അതിൽ എതിർപ്പ് അറിയിക്കാൻ രാഹുൽ ഗാന്ധി ഇല്ല. പ്രതിപക്ഷ നേതാവില്ലാത്ത ഒരു പ്രതിപക്ഷ മുന്നണി സ്വാഭാവികമായും മോദി സർക്കാരിൻ്റെ വലിയൊരു ആയുധമാണ്. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമല്ലേ ഇത്തരത്തിലേക്കുള്ള വിട്ടുനിൽക്കലൊക്കെ? അല്ല, അവർക്കറിയാം ശരത്തെ, അവർക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനെ അവർ വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. അതിലൊന്നും അവർക്ക് ഒരു അങ്കലാപ്പിൻ്റെ ആവശ്യമേ ഇല്ലാത്ത വിധം നിശബ്ദനായി ഇരിക്കുന്ന ആളാണ് ഈ പ്രതിപക്ഷം മൊത്തവും. ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞ കാര്യം മാത്രം എടുത്ത് പരിശോധിച്ചാൽ തൻ്റെ പേരും അല്ലെങ്കിൽ താൻ വഹിച്ചുകൊണ്ട് നടക്കുന്ന പേരും ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ പേരുമായി വിദൂര സാമ്യമെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ, ഞാൻ വിദൂര സാമ്യം എന്ന് പറയുന്നതിൻ്റെ കാര്യം പ്രിയങ്ക ഗാന്ധി തന്നെ ലോക്സഭയിൽ ഇന്നലെ പറഞ്ഞല്ലോ. BJP നേതാക്കളുടെ വിമർശനത്തിന് മറുപടിയായി, ശരിയാണ്, മഹാത്മാഗാന്ധി ഞങ്ങളുമായി കുടുംബ ബന്ധുത്വമൊന്നുമില്ല, മഹാത്മാഗാന്ധി രാജ്യത്തിൻ്റെ സ്വത്താണ്, അതുപോലെ ഞങ്ങളുടെ സ്വത്താണ് എന്ന നിലയ്ക്ക് ആണല്ലോ പ്രിയങ്ക ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ മറുപടിയിൽ പറഞ്ഞത്. അപ്പോൾ തൻ്റെ നാമധേയവുമായി രാഷ്ട്രപിതാവിൻ്റെ പേരിന് വിദൂര ബന്ധമെങ്കിലും ഉണ്ട് എന്നെങ്കിലും ഇദ്ദേഹം ആലോചിക്കേണ്ടിയിരുന്നു. ഈ പറയുന്ന BMW ആഘോഷത്തിനായി ജർമ്മനിയിലേക്ക് പോകാനായി തിരഞ്ഞെടുക്കുന്ന സമയം എത്രമേൽ പ്രധാനപ്പെട്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നുള്ളതെന്ന് ഓർക്കണമായിരുന്നു. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ അങ്ങനെ ഓർക്കുന്നവർ നാളെ വിമർശിച്ചാലോ എന്ന് കരുതിയാണ് ചില ചാനലുകളും ഒന്നോ രണ്ടോ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയോട് അതൃപ്തി, അമർഷം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും കണ്ടതുമില്ല. ഇനി അത് സംബന്ധിച്ചൊന്നും പറയാനും പോകുന്നില്ലല്ലോ. അത് ഇവർ പറയുകയുമില്ല. എന്ത് തരത്തിലുള്ള പിന്നെ ഏത് തരത്തിലുള്ള നിയമങ്ങളുണ്ടാക്കിയാലും ഇന്നത്തെ ഈ പദ്ധതിക്ക് 2005 ഇടതുപക്ഷം കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. ആ പദ്ധതിക്ക് ഇങ്ങനെ ഒരു കൂച്ചുവലം അണിയിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് 60-40 എന്നുള്ള ഒരു ശതമാനക്കണക്കിലേക്ക് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയെ മാറ്റുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ഭാരം, കേരളത്തിൻ്റെ പ്രത്യേകിച്ച് 2500 കോടിയോളം നമുക്ക് ഭാരം വരുമെന്ന് ഭരണകക്ഷി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ? കേരളത്തിനെ സംബന്ധിച്ചെങ്കിലും ഉള്ള നിലപാട്, രാഹുൽ ഗാന്ധി സ്ഥലത്തില്ല, ജർമ്മനിയിലാണ്, അദ്ദേഹം ആഘോഷിക്കുകയാണ്, അതിരിക്കട്ടെ. ഇവിടുത്തെ കോൺഗ്രസിനൊരു നിലപാട് വേണ്ട ഇക്കാര്യത്തിൽ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കുറച്ചെങ്കിലും ഉണ്ടല്ലോ, വേറെ അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ. അതൊന്നും നോക്കാൻ പോലും ത്രാണിയില്ലാതെ ഒരു സംവിധാനമായി നിൽക്കുകയും VD സജ്ജനെപ്പോലുള്ളവരുടെ വിമർശനങ്ങൾ വരുന്നത് മറ്റ് പല പരിഹാസ രൂപത്തിൽ ആകുന്ന വിചിത്രമായ കാഴ്ചകളാണ്. വെള്ളാപ്പള്ളിയുടെ അദ്ദേഹത്തോടുള്ള വിമർശനം അടക്കം ഉള്ള വിചിത്രങ്ങളായ കാഴ്ചകളാണ് നമ്മൾ കേരളീയർ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെ പോയാലും അതേതൊക്കെ നിലയ്ക്ക് പിന്നെ ഈ വളച്ചൊടിക്കപ്പെട്ടാലും, അല്ലെങ്കിൽ ഇനി അത് വേണ്ടെന്ന് വെച്ചാൽ പോലും അത് തങ്ങളെ ബാധിക്കുന്നൊരു വിഷയമല്ല. ഇപ്പോൾ ഇടത് ഗവൺമെൻറ്റിൻ്റെ തലയിലിരിക്കുന്ന ഭാരമല്ലേ അത്, ആ ഭാരം കുറച്ചുകൂടെ കനത്തോട്ടെ എന്നുള്ള നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾക്ക് ഒരു തരത്തിലുള്ള
നിലപാടും സ്വീകരിക്കാതെ നടക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. ഇത് പക്ഷേ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളിടത്താണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വവും വലുതാവുന്നത്. അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സംഘടന വഴി, സംഘടനാപരമായിട്ടാണല്ലോ ചെയ്യേണ്ടത്. അത് ആ ഉത്തരവാദിത്വം കൂടുതൽ വരികയും ചെയ്യുകയാണ്. ഇവിടെ ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ശ്രീ അരുൺകുമാർ പ്രതിപക്ഷ നേതാവിനോട് ഈ രാഹുൽ ഗാന്ധിയുടെ ജർമ്മനിയിലേക്കുള്ള യാത്ര, പാർലമെൻറ്റ് സമ്മേളനം ഇവിടെ ചേരുന്നു. നോക്കൂ, ഈ ശൈത്യകാല സമ്മേളനം നാളെ അവസാനിക്കാൻ പോവുകയാണ്. പ്രതിപക്ഷം തന്നെ ആരോപിക്കുന്നത് ബുൾഡോസർ കയറ്റും പോലെയാണ് ബില്ലുകൾ കൊണ്ടുവരുന്നത്. അത് പരിശോധിക്കാൻ പോലും സമയം തരുന്നില്ല, അതിൽ വേണ്ട ചർച്ചകളില്ല. ആണവ മേഖല സ്വകാര്യവൽക്കരിക്കുന്നു. ട്രംപ് ഭരണകൂടത്തിൻ്റെ നിർദ്ദേശാനുസരണം വരുന്ന 1960-ലെയും 2010-ലെയും ആണവ നിയമങ്ങൾ രണ്ടും മാറ്റി പുതിയ നിയമം വരുന്നു, ശാന്തി ബിൽ. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ബില്ല്, അതുപോലെ നിയമവ്യവസ്ഥകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല്. ഇങ്ങനെ ബില്ലുകൾ പടപടപടാന്ന് പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരിക, 2 സഭയിലേക്കും കൊണ്ടുവരിക, പാസ്സാക്കുക. ഇങ്ങനെ നടക്കുന്നൊരു പ്രോസസ്സിന് വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴാണ് ഏറ്റവും കാതലായ ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെയില്ല. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വളരെ സ്വാഭാവികമായി അതിൽ വലിയ ഗൗരവമില്ലാത്ത വിധത്തിലാണ്. അദ്ദേഹം പറഞ്ഞ ഒന്ന് കാണാം. ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ഒന്ന് കാണാം. അവിടെ മുന്നണിയൊക്കെ നയിക്കാൻ പാർട്ടി ഉണ്ടല്ലോ, പാർട്ടി നയിക്കുന്നുണ്ട്. വളരെ ശക്തമായി പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ പോരാടുന്നുണ്ട്. സമരങ്ങളുണ്ട്. ഇന്ത്യ വ്യാപകമായി സമരങ്ങൾ നടക്കുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്ക് ജർമ്മനിയിൽ അദ്ദേഹം പോയ വലിയ കുഴപ്പമാണ്. എങ്ങനെയുണ്ട് ശ്രീ വി ഡി സതീശൻ്റെ ഈ മറുപടി? തൃപ്തികരമായി നാട്ടുകാരെടുക്കുമോ? അരുൺകുമാറിന് തൃപ്തിയാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, തൃപ്തികരമല്ല എന്ന് എനിക്കറിയാം. കാരണം അത് ആ നിലയ്ക്കല്ല അദ്ദേഹത്തിൻ്റെ, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം. ജനങ്ങൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വിശദീകരണത്തെ എങ്ങനെ മുഖവിലക്കെടുക്കും? ശ്രീ അരുൺകുമാർ. ഇത് നേരത്തെ തന്നെ പല ഉദാഹരണങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കർഷക സമരം നടക്കുമ്പോൾ, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ തൊഴിലാളി വർഗം നടത്തിയ വലിയ പണിമുടക്കുകൾ അടക്കമുള്ള വലിയ സമരത്തിൻ്റെ ഭാഗമായിട്ടല്ല, ആ സമരങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന പ്രധാനമായ ചർച്ചകൾ പാർലമെന്റിനകത്ത് നടക്കുമ്പോൾ അതിൽ സാന്നിധ്യമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ കറങ്ങുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെല്ലാം വെള്ളപൂശിയാണ് പ്രതിപക്ഷ നേതാവും കേരളത്തിലെ KPCC പ്രസിഡന്റും എല്ലാം ലൈസൻസ് കൊടുക്കുന്നത്. പക്ഷേ സമരങ്ങളിലൂടെയാണ് നേതാക്കന്മാർ അവരുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഉയരുന്നത്. പ്രത്യേകിച്ച് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം, ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം കോടിക്കണക്കിന് ആളുകളാണ് ആ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന തുച്ഛമായിട്ട് തുക കൊണ്ട് അവരുടെ കുടുംബം നയിച്ച് മുന്നോട്ട് പോകുന്നത്. ഒരു മിനിമം ഗ്യാരണ്ടി തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിലായാലും തുകയുടെ കാര്യത്തിലായാലും കിട്ടുന്നത് നഷ്ടപ്പെടുക, അതിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെൻറ് ഒഴിഞ്ഞ് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തലയിലേക്ക് വയ്ക്കുക, അതുപോലെ വളരെ സങ്കീർണമായിട്ടുള്ള വ്യവസ്ഥകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഒറ്റക്കെട്ടായിട്ട് അതിനെതിരെ പ്രതിഷേധിക്കേണ്ട ഒരു ഘട്ടമാണിപ്പോൾ. ആ പ്രതിഷേധിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ പാർലമെൻറ്റിൽ ഇല്ല, ഇതെല്ലാം പാർട്ടി നോക്കിക്കോളും, മുന്നണി നോക്കിക്കോളും എന്ന് പറയുന്നത് ഈ സമര പോരാട്ടങ്ങളുടെ ഒരു കാര്യത്തിലെല്ലാം ഒരു ഗൗരവവും ഈ നേതാക്കന്മാർ കാണുന്നില്ല എന്നതിൻ്റെ തന്നെ അർത്ഥമാണ്. കാരണം ഇപ്പോൾ നാളെ പാർലമെൻറ്റ് അവസാനിക്കാൻ പോവുകയാണ്. ഈ സമ്മർ വെക്കേഷൻ സമയത്തുള്ള അവസാനിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവസാനത്തെ 2-3 ദിവസമൊക്കെ സമരം ഏറ്റവും കത്തേണ്ട സമയമാണ്. ആ ഒരു ഘട്ടത്തിൽ വലിയ തരത്തിൽ തന്നെ ഒരു സാന്നിധ്യം ഉണ്ടാകേണ്ടതായിരുന്നു. അതിൻ്റെ കുറവ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതെല്ലാം അവർ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വലിയ നുണപ്രചരണമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇവിടെ അത്രയും വി ഡി സതീശൻ പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രീ ജയചന്ദ്രൻ ആലോചിക്കേണ്ടതല്ലേ? മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി എന്ന് പറയുമ്പോൾ ഈ വിന്റർ സെഷൻ, ശൈത്യകാല സമ്മേളനം എന്നുള്ളത് MP-മാരുടെ ഉത്തരവാദിത്വമാണ്. ആ ഷെഡ്യൂളും നേരത്തെ വരുന്നതാണ്. അത് മനസ്സിലാക്കി വേണ്ടേ വിദേശയാത്രകൾ തീരുമാനിക്കാൻ? അദ്ദേഹം കേവലം ഒരു പാർലമെൻറ്റ് അംഗം, പ്രതിപക്ഷാംഗം മാത്രമല്ല, പ്രതിപക്ഷ നേതാവല്ലേ? നോക്കൂ, വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. നമ്മൾ സഭാ നടപടികൾ കാണുന്നതാണല്ലോ. സഭാ നടപടികളുടെ കാലത്ത് ഇങ്ങനെ സുപ്രധാനമായ ഘട്ടങ്ങളിൽ അദ്ദേഹം കേരളത്തിൻ്റെ നിയമസഭയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടോ? അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനതാണ് പറഞ്ഞത്, അദ്ദേഹം കേവലം ഒരു പാർലമെൻറ്റ് അംഗം മാത്രമല്ല, ലോക്സഭാംഗം മാത്രമല്ല, പല ഘട്ടങ്ങളിലും എഴുന്നേൽക്കാനും ഇടപെടാനും അതിനനുസരിച്ച് വഴങ്ങിക്കൊടുക്കാൻ മന്ത്രിമാർ നിർബന്ധിതരാകുന്ന നിലയിൽ പ്രിവിലേജുള്ളയാളല്ലേ പ്രതിപക്ഷ നേതാവ്? നോക്കൂ, കഴിഞ്ഞ സഭയിൽ പ്രതിപക്ഷ നേതാവ് പദവി പോലും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്സിന്. ഇത്തവണയാണത് സാധ്യമായത്. അപ്പോൾ ആ പദവി അന്ന് അധീർ രഞ്ജൻ ചൗധരിയാണ് ആ ചുമതല കോൺഗ്രസ് കക്ഷി നേതാവായിട്ട് രാഹുൽ ഗാന്ധി ചുമതലപ്പെടുത്തിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഇടപെടാൻ കഴിയുന്ന ശേഷിയുള്ള ഘട്ടത്തിൽ അത് തയ്യാറാകാതെ ഇങ്ങനെ വിദേശത്തേക്ക് പോവുക, അത് മുൻകൂട്ടി തീരുമാനിച്ചതല്ലേ എന്ന് മറ്റൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലിരുന്ന് പറയുക അനുചിതമാണോ?
ശ്രീ ജയചന്ദ്രൻ? അനുചിതമാണോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇത് എത്രമേൽ ഈ ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് ആലോചിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു ചോദ്യം ശരത്തെ. ഇത് പക്ഷേ ഒരു പുതിയ കാര്യമൊന്നുമല്ല ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ. കാരണം രാഹുൽ ഗാന്ധി സഭയിൽ അല്ലെങ്കിൽ MP ആവുന്നത് 2004 മുതലാണ്. സർ, താങ്കൾ തന്നെ ഈ പറയുന്നതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ശ്രീ ജയചന്ദ്രൻ, താങ്കൾ തന്നെ പറയുന്നതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇതാദ്യമല്ലല്ലോ, മുൻപുണ്ടല്ലോ, ഇത് പതിവാണ്, ഇത്രയൊക്കെ അദ്ദേഹത്തിൽ ആ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആ നേതാവിലുള്ള ഒരു നാടിൻ്റെ, രാജ്യത്തിൻ്റെ വിശ്വാസം അതാണ് ഏറ്റവും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും എന്നുള്ളതാണ് അതിലെ പ്രശ്നം. അല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 2017 ഫെബ്രുവരി 1 അന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ്. അന്ന് അദ്ദേഹം 2017 ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കുന്നത്. അന്ന് മണി ബില്ലായിട്ടാണ് കൊണ്ടുവരുന്നത് ഇലക്ട്രൽ ബോണ്ട്. മണി ബില്ലായിട്ട് കൊണ്ടുവന്നാൽ അറിയുമല്ലോ, രാജ്യസഭ കടക്കണ്ട, അവിടെ തന്നെ ലോക്സഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കി ഇന്ന് നിയമമാക്കാം, പ്രാബല്യത്തിൽ വരുത്താം. അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും ഇദ്ദേഹം പറയുന്ന ആരെങ്കിലും കേട്ടോ? സർ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ? 2017 രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവല്ല എന്നെങ്കിലും വാദത്തിന് സമ്മതിക്കാം. പക്ഷേ ഇത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അധിക ചുമതല കൈയാളുന്നു. ഈ പ്രതിപക്ഷത്തെ, കുറച്ചുകൂടി മികച്ച പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിലുണ്ടല്ലോ, ആ പ്രതിപക്ഷത്തിന് ശേഷിയുണ്ട് എന്ന് തെളിയിക്കാൻ ഇത്തരം പോരാട്ടങ്ങളിൽ മുൻപിൽ നിൽക്കേണ്ടയാൾ, പ്രതിപക്ഷ നേതാവ് രാജ്യം വിട്ടു പോവുകയാണ്. ആ വരുന്ന ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയത്തിന്, പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് ചേരുന്നതാണോ? അവിടെ BMW ബൈക്ക് ഓടിച്ച് കളിക്കുകയാണ്. ഇവിടെ ഗ്രാമീണരുടെ തൊഴിലുറപ്പ് അവകാശം നഷ്ടപ്പെടുന്ന പുതിയ ബില്ല് വരുമ്പോൾ പ്രതിപക്ഷം ഫൈറ്റ് ചെയ്യുകയാണ്. പ്രതിപക്ഷ നേതാവില്ല പാർലമെന്റിൽ, ലോക്സഭയിൽ. അല്ല, അതിനെ നമുക്ക് ഏറ്റവും ഭംഗിയായി ഉപമിക്കാവുന്ന, അല്ലെങ്കിൽ ഉപമെന്ന് പറയാൻ കഴിയില്ല, നമുക്കങ്ങനെ പറയാൻ കഴിയുന്ന ഒരു സംഗതി ആംഗലേയത്തിൽ, ഇംഗ്ലീഷിൽ ഒരു മൊഴിയുണ്ടല്ലോ, അതോറിറ്റി വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമല്ലോ, ഉത്തരവാദിത്തങ്ങളില്ലാത്ത അധികാരം. അല്ല, ഇതുവരെ അതാ ചെയ്തിരിക്കുന്നത്, ഉത്തരവാദിത്തങ്ങൾ കാണിക്കുന്നത്. ഇതുവരെ അദ്ദേഹം കൈയാളിയിരുന്നത് അങ്ങനെയാണ്, നേരിട്ട് പദവികൾ എടുക്കില്ല, പകരം അതോറിറ്റിയാണ്. ഇപ്പോൾ അതോറിറ്റിയാണ്, പ്രതിപക്ഷ നേതാവാണ്. അല്ല, ഇപ്പം ഇപ്പം അതോറിറ്റിയാണ്. ബട്ട് ഹീ ഈസ് ആക്ടിങ് വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ആളുടെ അനുഭവത്തിൽ നമ്മൾ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ അദ്ദേഹത്തിന് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പെട്ടെന്ന് നമുക്ക് അതിനെ സമീകരിക്കേണ്ടി വരുന്നത്, ഇത് കോൺഗ്രസ്സിലേ നടക്കൂ. ഇപ്പോൾ ശശി തരൂർ എന്തൊക്കെ ചെയ്യുന്നു, പിന്നെ രാഹുൽ ഗാന്ധി എന്തൊക്കെ ചെയ്യുന്നു എന്ന് നാളെ നമുക്ക് ചോദിക്കാം. ശശി തരൂരും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരേ അച്ചിൽ വാർത്ത സംഗതികളായിട്ടല്ലേ കാണാൻ കഴിയൂ. അതിൻ്റെ അകത്തൊന്നും കോൺഗ്രസിനും വിഷമമില്ലാത്ത കാലത്തോളം നമ്മളെന്തിനാണ് വിഷമിക്കുന്നതെന്നായിരിക്കും ഈ പാനലിൽ ഇപ്പോൾ വേറൊരു കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത്. ഞങ്ങൾക്കില്ലാത്ത സതീശൻ പറഞ്ഞത്. എനിക്കൊരു വിയോജിപ്പുള്ളത്, ഇത് കേരളമാണ്, ഇക്കാര്യങ്ങളെ കുറച്ചുകൂടി ശ്രദ്ധയോടെ കാണുന്ന നാട് തന്നെയാണിത്. ഒരു കാലത്ത് വയനാടിൻ്റെ MP കൂടിയായിരുന്ന ആളാണ്. ഇതേക്കുറിച്ച് സംസാരിച്ച് ന്യായീകരിക്കുന്നത് വളരെ സിമ്പിളായി സംസാരിച്ചു പോകുന്നത് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പൂർണ്ണാർത്ഥത്തിൽ ശ്രദ്ധിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇതുപോലൊരു സുപ്രധാനമായ വിന്റർ സെഷനിൽ രാജ്യം വിട്ടുപോകുന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എത്ര സിമ്പിളായിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കില്ലാത്ത വേറെ നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിക്കുന്നത് ആരാണ്? നാടിന് കേസുണ്ട്. കേരളത്തിലെ വാർത്താ സമ്മേളനത്തിൽ കൊച്ചി ഇരുന്നുകൊണ്ട് ചോദിക്കുന്നത്. കാരണം 20 ലോക്സഭാംഗങ്ങളെയും പ്രതിപക്ഷത്തേക്ക് അയച്ച നാടാണ് കേരളം. ശ്രീ ജയചന്ദ്രൻ, 20-19, ക്ഷമിക്കണം, തൃശ്ശൂർ ഞാൻ വിട്ടു, 20-19 ശ്രീ അരുൺ, കേരളം ചോദിക്കില്ലേത്? കാരണം 20-19 യെസ് അല്ല, ഞാൻ പറഞ്ഞത് കെ രാധാകൃഷ്ണൻ പ്രതിപക്ഷത്താണല്ലോ. ശ്രീ അരുൺ, കേരളം ചോദിക്കില്ലേ? പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ആ അർത്ഥത്തിൽ ചോദിക്കും.
ഒരു കാരണവശാലും വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ജനങ്ങൾ ഈ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഉള്ള പ്രതിപക്ഷത്തിന്റെ ഇടപെടലുകളെയും സമരങ്ങളെയും പ്രതികരണങ്ങളെയും എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നോക്കും. കാരണം ഇപ്പോൾ നമ്മളിത് പ്രതിരോധിച്ചില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് പ്രതിരോധിക്കാൻ കഴിയുക? ഇപ്പം നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ ഭാവിയിൽ നമുക്ക് പ്രതികരിക്കാനേ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യം പോകും. കാരണം എല്ലാ തരത്തിലും നിയമവിരുദ്ധ നിയമനിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധ ഇടപെടലിലൂടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ, അതുപോലെ ജനങ്ങളുടെ ശബ്ദത്തെ, ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള വലിയ വലിയ ഇടപെടലുകൾ നടക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവരേണ്ട സമയമാണ്. ആ സമയത്ത് ഇത്തരത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ മറുപടി പറയുമ്പോൾ ജനം വളരെ ആശങ്കയിൽ തന്നെയാണ് ഇതെല്ലാം കാണുന്നത്. ശരി, ഏതായാലും രാഷ്ട്രീയം സംസാരിച്ച് ഇന്നത്തെ വാർത്തകളിലൂടെ ആകെ സഞ്ചരിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിവസം രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് നിരുത്തരവാദപരമായി പെരുമാറിയത്, അതിനോട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഏതുതരം സമീപനമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി നൽകിയത് എന്നതടക്കം സാന്ദർഭികമായി കടന്നു വന്നതുകൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ശ്രീ എം ജയചന്ദ്രൻ, നമ്മൾ കൊച്ചി കോർപ്പറേഷനിൽ ആര് മേയറാകും, അതിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന പുതിയ ചരടുവലികൾ, അതിൻ്റെ വിവിധ ഘടകങ്ങൾ, UDF രാഷ്ട്രീയത്തിൻ്റെ ആ രീതി ഒക്കെ വെച്ചാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. നോക്കൂ, ഇന്നിപ്പോൾ കോഴിക്കോട് CPIM മേയറെയും ഡെപ്യൂട്ടി മേയറെയും പ്രഖ്യാപിച്ചു, തീരുമാനിച്ച് മാധ്യമങ്ങളെ അറിയിച്ചു. അത് വലിയ പ്രധാനപ്പെട്ട വാർത്തയായി വന്നു. കണ്ണൂരും ഇതേ ദിവസം തന്നെ, നേരത്തെ നമ്മൾ പറഞ്ഞാണ്, കോൺഗ്രസ് മേയറെ പ്രഖ്യാപിച്ചു. കൊല്ലത്ത് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തന്നെയാണ് UDF പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് BJPക്ക് മേയറെ പ്രഖ്യാപിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ? പല പേരുകളും ഇങ്ങനെ മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറയുന്നുണ്ടല്ലോ. ഒന്ന് ചുരുക്കി. അവിടെ കേൾക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് കേട്ടതും രാജേഷും മറ്റേ നമ്മുടെ ഇവരാണല്ലോ, ശ്രീലേഖയോ, IPS ശ്രീലേഖ, അവരാണല്ലോ. അവർ രണ്ടുപേരും ഇങ്ങനെ ടോപ്പ് മോസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് ഈ പോസ്റ്റിന് വേണ്ടി നിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അത് അവർക്ക് പ്രഖ്യാപിക്കാൻ BJPക്ക് അതിലൊരു ലീഡ് എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പല പേരുകൾ ഉള്ളത് കൊണ്ടാണോ? ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ആശയക്കുഴപ്പങ്ങൾ BJPക്ക് ഉള്ളത് കൊണ്ടാണ്? ആശയക്കുഴപ്പമുണ്ട്. കാരണം ഇവരെ മാറ്റി നിർത്തണമെങ്കിൽ അവർക്ക് വേറൊരു ബർത്ത് ഇപ്പോഴേ ഉറപ്പാക്കണം എന്നുള്ളൊരു വാദഗതി അവരുമായിട്ട് എടുത്ത വൃത്തങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് BJPയിൽ, പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖരൻ തന്നെ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അടുത്ത നിയമസഭയിൽ ഇലക്ഷൻ വരുമ്പോഴേക്ക് ഏത് സീറ്റാണ് തിരുവനന്തപുരത്ത് ഇവർക്ക് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ അവരെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടൂ എന്നുള്ളതാണ് കേൾക്കുന്ന വിവരം. എത്രത്തോളം അത് ശരിയാണ് എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല, അല്ലെങ്കിൽ നമ്മളാരും ആൾക്കാർ അതിന് പറ്റിയവരല്ല. പക്ഷേ കേൾക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതാണ് അവർ പിന്നെ പ്രതീക്ഷിക്കുന്നത്. കേവല ഭൂരിപക്ഷം ഇല്ലായ്മയും അവരെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണോ? കേവല ഭൂരിപക്ഷം ഇല്ലായ്മയും അവരെ കുഴയ്ക്കുന്ന പ്രശ്നമാണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും വിഴിഞ്ഞത്ത് മറ്റോ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അത് BJPക്കും NDAക്കും ഒരു തരത്തിലും പ്രതീക്ഷയില്ലാത്ത ഒരു സ്ഥലമാണ്. മറ്റൊന്നുകൂടി ഞാൻ ക്യുക്കായിട്ട് താങ്കളുടെ ശ്രദ്ധയിലേക്ക്, ഇപ്പോൾ BDJS ചർച്ചകളിലേക്ക് വരുന്നുണ്ട്. ഇന്ന് വെള്ളാപ്പള്ളിയും പറയുകയുണ്ടായി. ഉദാഹരണത്തിന് 2 ജില്ലകൾ ഇപ്പോൾ നോക്കാം. ആലപ്പുഴ BDJSൻ്റെ പ്രധാനപ്പെട്ട ജില്ലയാണല്ലോ. താങ്കളുടെ കൂടിയുള്ള ആലപ്പുഴയിൽ BDJS 23 വാർഡിലാണ് ശ്രീ ജയചന്ദ്രൻ മത്സരിച്ചത്. അവർക്ക് കിട്ടിയത് വെറും 3531 വോട്ട് മാത്രമാണ്. കൊല്ലത്തേക്ക് പോയാൽ BJPക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുള്ള, കോർപ്പറേഷനിലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അവിടെ 8 വാർഡിൽ 8 കൊല്ലത്ത് മത്സരിച്ചത്. 310 വോട്ട് മാത്രമാണ് ലഭിച്ചത്. കണക്കുകൾ അങ്ങനെ പാർട്ടികളുടേതായി തിരിച്ചെടുക്കുമ്പോൾ ഒരു മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ വലിയ ചവിട്ട് BDJS നേരിടുന്നു എന്ന പ്രശ്നം ആ പാർട്ടി നേരിടുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അല്ല, അതിനകത്ത് ഒറ്റ ഈ എളുപ്പം പറഞ്ഞാൽ ഈ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്നുള്ള ഗതി അനുഭവിക്കുന്ന കേരളത്തിലെ പാർട്ടികളിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ട് എടുത്തു പറയേണ്ടതാണ് BDJS. കാരണം 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണല്ലോ ഈ പാർട്ടി രൂപീകരിക്കുന്നത്, ഒക്ടോബർ നവംബർ ആ ഘട്ടത്തിൽ. അതിനുശേഷം 10 വർഷം കഴിഞ്ഞു. ഇത്രയും കാലമായിട്ട് സ്പൈസസ് ബോർഡിൻ്റെ എന്തോ ഒരു ചെയർമാൻഷിപ്പ് മാത്രമല്ലേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അതാണ് വെള്ളാപ്പള്ളിയിൽ നിന്ന് ഓപ്പണായിട്ട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പാർട്ടി NDA എന്ന മുന്നണിയിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി പറയുമ്പോൾ തന്നെ NDAയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ആരാണ്? തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതുകൊണ്ട് അപ്പോൾ അത് ആ ഒരു മെസ്സേജും കൂടെയാണ് പാസ് ചെയ്ത് വരുന്നത്. സീരിയസ് ആയിട്ട് ആ പാർട്ടിയിൽ അത്തരം ആലോചനകൾ നടക്കുന്നുണ്ട് എന്നും മാത്രമല്ല,
BDJ സ്ഥാപിച്ച കാലത്തുണ്ടായിരുന്ന, ഇപ്പോൾ നമ്മൾ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ CPM-ൻ്റെ ഒരുപാട് അണികൾ അങ്ങോട്ട് ആദ്യഘട്ടത്തിൽ പോയെങ്കിലും പെട്ടെന്ന് തിരികെ വന്നു. അതൊരു ട്രെൻഡായിട്ട് തന്നെ തിരികെ വരികയും ചെയ്തു. പക്ഷേ പിന്നീട് സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഉൾപ്പെടെ സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മളുടെ വോട്ട് ബേസ്, LDF-ൻ്റെ വോട്ട് ബേസ് ആലപ്പുഴ ജില്ലയിൽ, താങ്കൾ ആലപ്പുഴ ജില്ലയെ പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ആലപ്പുഴ ജില്ലയിൽ CPM-ൻ്റെ വോട്ട് ബേസ് നന്നായിട്ട് തന്നെ തിരിച്ചു വരാൻ ഈ ഇലക്ഷനിൽ സാധിച്ചിട്ടുണ്ട്. എത്ര തിരിച്ചടി പറഞ്ഞാലും ശരി, ആലപ്പുഴയിൽ ആ വോട്ട് ബേസ് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവുമാണ്. അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. CPM-ന്റെ വിലയിരുത്തലുകളിൽ അവിടെ നിന്നിട്ട് കാര്യമില്ല. CPM-ന് വോട്ട് വിഹിതത്തിൽ വന്നിട്ടുള്ള, വോട്ട് കണക്കിൽ വന്നിട്ടുള്ള മുന്നേറ്റത്തെ സംബന്ധിച്ചൊക്കെ CPM-ന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് അടിത്തറയെക്കുറിച്ച് പറയുന്നത്. തിരിച്ചടി ഉണ്ടായപ്പോൾ പോലും ബേസ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല, ഇളക്കമില്ല എന്ന് പറയുന്ന വോട്ട് ഷെയറിൽ കൂടുതൽ വർധനവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുമ്പോൾ വളരെ ഉദാസീനമായി ഇപ്പോൾ ഒരു പാസീവ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒതുക്കിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നൊരു കാര്യമുണ്ട്. വി ഡി സതീശൻ പറയുന്നത് ഈ CPIM-നെ, ഇടതുമുന്നണിയെ തോറ്റു എന്ന് വിശ്വസിപ്പിക്കാനാണ് പാട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അരുൺകുമാർ അവസാനമായി. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമായിട്ട് ഏത് തരത്തിൽ സ്വപ്നം കാണാനും അഹങ്കാരത്തിന്റെ ആൾരൂപമായിട്ട് സംസാരിക്കാനും എല്ലാം അധികാരമുണ്ട്. പക്ഷേ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കാണാതെ പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ 2010 വർഷത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള തിരിച്ചടിയല്ല ഇപ്പോൾ LDF-ന് ഉണ്ടായിട്ടുള്ള. അതിലൊക്കെ മുന്നേറ്റമുണ്ട്. ഇപ്പോൾ 7 ജില്ലാ പഞ്ചായത്തിൽ തന്നെ നല്ല രൂപത്തിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ നേട്ടമല്ലല്ലോ. ഇപ്പോൾ ഇത്ര വലിയ കൊട്ടി ഘോഷിക്കുമ്പോഴും ഒരു 70-72 സീറ്റിലാണല്ലോ UDF നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വികസന പദ്ധതികൾ കുറച്ചുകൂടി പൂർത്തീകരിക്കാനുള്ളത്, 900 കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രികയിൽ 750 പൂർത്തീകരിച്ചത്. ബാക്കി പൂർത്തീകരിച്ച് അതുപോലെ ക്ഷേമ പദ്ധതികൾ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കി മാറ്റി ജനങ്ങളെ തന്നെ കണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച്, പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടങ്ങൾ എന്ന രൂപത്തിൽ പഞ്ചായത്തുകളുടെ ഭരണത്തിൽ ഏതെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ കൂടി കണ്ട് പരിഹരിക്കാൻ ഉള്ള സംഘടനാശേഷി LDF-നുണ്ട്. ആ സംഘടനാശേഷിയുമായിട്ട് ഞങ്ങളിപ്പോൾ രംഗത്ത് തന്നെയാണുള്ളത്. മുഴുവൻ വാർഡ് തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് റിവ്യൂകൾ ആരംഭിച്ചു. ഏത് കുറവും പരിഹരിച്ചുകൊണ്ട് വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വരാൻ പറ്റിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പ്രയോജനപ്പെടുത്തും മുഴുവൻ ആളുകളും ഇടതുപക്ഷത്തോടൊപ്പം അണിനിരക്കുന്ന ഒരു കാഴ്ച നമുക്ക് 5 മാസം കഴിയുമ്പോൾ കാണേണ്ടി വരും. യാതൊരു സംശയമില്ല. നന്ദി അഡ്വക്കേറ്റ് അരുൺകുമാർ, അതുപോലെ ശ്രീ ജയചന്ദ്രൻ ഞങ്ങളോട് സഹകരിച്ചതിന്, ചർച്ചയിൽ ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തതിന്.